എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 110 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? ദി ലെങ്ത്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 8 cm ആൻഡ് 10 cm ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 40 ഡിഗ്രി. അതായത് ഒരു ത്രികോണം, ആ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് 8 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും അല്ലെ. പിന്നെയോ അവക്കിടയിലുള്ള കോണിന്റെ അളവ് വന്നിട്ടുണ്ട് 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് വേണം? നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ പറഞ്ഞ അളവിൽ നമ്മൾ റഫായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു സൈഡ് വരച്ചു. ഇവിടെ എത്രയാണ്? 10 സെന്റിമീറ്റർ അല്ലേ. ഒരു സൈഡ് 10 സെന്റിമീറ്റർ. ഇനി അടുത്തൊരു സൈഡിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി അല്ലേ. അപ്പോൾ ഓക്കെ, ഇത് നമ്മളൊരു 40 ഡിഗ്രി, ഇത് റഫായിട്ട് വരച്ചാൽ മതി. 40 ഡിഗ്രി. ഈ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ നമ്മുടെ മൂന്നാമത്തെ സൈഡ് കിട്ടി അല്ലേ. ഓക്കെ, ഇനി നാം എന്ത് വേണം? ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഏരിയ എന്ന് പറഞ്ഞാൽ ഉടനടി നമുക്ക് എഴുതുന്നതാണ് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH അല്ലെ. ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? ബേസ് അല്ലെ. ബേസ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഈ വശം നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. അപ്പോൾ അത് കഴിഞ്ഞു 10 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? എച്ച് കിട്ടണം അല്ലെ. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിലേക്കുള്ള അല്ലെ ഓപ്പോസിറ്റ് കോറിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇതാണ് എച്ച് അല്ലെ. ഇതാണ് എച്ച് എന്ന് പറയുന്ന സംഭവം, എച്ച്. അപ്പൊ എച്ച് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു, ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഈ റൈറ്റ് ട്രയാംഗിൾ, ഈ മട്ട ത്രികോണത്തിൽ നോക്കിയേ, ഇവിടെ 40 ഡിഗ്രി അല്ലെ. അപ്പൊ ഇത് 40 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഇനി നമുക്ക് തന്നിട്ടുള്ള വശങ്ങൾ നോക്കിയാൽ ഈ വശം നമുക്കറിയാം ആണല്ലോ. ഇനി ഈ 40 ഡിഗ്രിയുടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എച്ച് അല്ലെ. അതായത് ഈ നീളം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ പണിക്കാം. ABC എന്നൊരു പേര് കൊടുക്കാം. ABCD എന്ന് പേര് കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും. ഇനി 40 ഡിഗ്രിയുടെ അല്ലെ എച്ച് കണ്ടുപിടിക്കണം. അതായത് 40 ഡിഗ്രിയുടെ എന്താണ് എച്ച് ആയിട്ട് വരുന്നത്? അത് AD എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് അല്ലെ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആണിത്. തന്നിട്ടുള്ളതോ ഹൈപ്പോട്ടിനസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിനസ് തമ്മിലുള്ള ബന്ധം എന്താണ്? സൈൻ അല്ലെ. അപ്പൊ നമുക്കിവിടെ സൈൻ ഏത് ഡിഗ്രിയുടെ? 40 ഡിഗ്രിയുടെ. അപ്പോൾ സൈൻ 40 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, എതിർവശം ബൈ കർണം അല്ലെ. അപ്പൊ എതിർവശം എന്ന് പറഞ്ഞാൽ AD, അതല്ലെങ്കിൽ നമുക്ക് എച്ച് എന്ന് എഴുതാൻ പറ്റില്ല അല്ലെ. അപ്പൊ എച്ച് ബൈ കർണം എത്രയാണ്? കർണം AB എന്ന് എഴുതി. അപ്പൊ എച്ച് ബൈ AB, ഇതാണ് സൈൻ 40 എന്ന് പറഞ്ഞത്. ഇനി നാം എന്ത് ചെയ്യണം? സൈൻ 40യുടെ വാല്യൂ നാം ടേബിൾ നോക്കി കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു, എക്സാമിനാണെങ്കിൽ എന്തായിരിക്കും? ഈ സൈൻ 40യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ സൈൻ 40 മാത്രമല്ല തരാം, അതിന്റെ കൂടെ കോസ് 40 ഒക്കെ തരും. അപ്പൊ നമുക്ക് ഏതാണ് ആവശ്യമായ വില മാത്രം അതിൽ നിന്ന് എടുത്തെഴുതാം. അപ്പൊ സൈൻ്റെ മാത്രം വാല്യൂ ആയിരിക്കില്ല ചോദ്യപേപ്പറിൽ ഉണ്ടാവുക, കോസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആവശ്യം ഏതാണ് അത് നമ്മൾ എടുത്ത് എഴുതാം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് വേണം? ഇതിവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ പേജിൽ നിന്ന് സൈൻ 40യുടെ വാല്യൂ എത്ര എന്നൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ സൈൻ 40യുടെ വാല്യൂ എത്ര കിട്ടും നമുക്ക്? 6428 അല്ലെ. 0.6428 ഇതാണ് സൈൻ 40യുടെ വാല്യൂ. അപ്പൊ 0.6428 ഈസ് ഈക്വൽ ടു എച്ച് ബൈ AB. ABയുടെ നീളം നമുക്കറിയാലോ, 8 അല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? എച്ച് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? എച്ച് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.6428 ഈക്വൽ ടു 8 ഇൻറ്റു 8 64 അല്ലേ. ബാക്കി 6, 16 6 22, 2, 4 ഇൻറ്റു 8 32, 34, 3, 48, 3, 51. അപ്പം നമുക്ക് 1, 2, 3, 4 സ്ഥാനം മാറ്റിയിടുമ്പോൾ 5.1424 എന്നിട്ട്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇത് മുഴുവൻ ഗുണിക്കണമെന്നില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം മാത്രം എടുത്താൽ മതി. പിന്നെ ഇവിടെ 5 5നേക്കാൾ കൂടുതലാണ്, ഒന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് കൂട്ടി എഴുതാം. മനസ്സിലായില്ലേ? ഇപ്പോൾ 4 എന്നുള്ളത് 5 എന്ന് എഴുതാം. എങ്ങനെയാണെങ്കിൽ ഇവിടെ 2ന് പകരം 5 5നേക്കാൾ കൂടുതലാണെങ്കിൽ, വലിയ സംഖ്യ ആണെങ്കിൽ ഈ സംഖ്യയുടെ കൂടെ 1 കൂട്ടി എഴുതാം.
മനസ്സിലായില്ല? അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത് മുഴുവൻ കൂട്ടണ്ട. അപ്പോൾ ഉത്തരത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അതൊരു കുഴപ്പമില്ല. അപ്പോൾ അക്കാര്യത്തിൽ ആരും പേടിക്കണ്ട. അപ്പോൾ ഇതുപോലെ ഫുള്ള് കൂട്ടണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ കൂട്ടിയിട്ടൊന്ന് മാത്രം, ഗുണിച്ചിട്ടൊന്ന് മാത്രം. അപ്പോൾ നമുക്കിവിടെ എച്ച് എത്ര കിട്ടി? 5.1424 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇത്ര ഭാഗം എടുത്താൽ മതി. ഇത് ഇത്ര ഭാഗം നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പോൾ എച്ച് കിട്ടിയാലോ? ഓക്കെ. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ സീക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി, ബേസ് നമുക്കറിയാം എത്രയാണ്? 10. 10 ഇൻറ്റു എച്ച് 5.14. ഇത്ര എടുത്താൽ മതി. എത്ര കിട്ടും നമുക്ക്? ഈ 10നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 5 എന്നാൽ എത്ര വരും? 14 0 ബാക്കി 2, 5ഉം 2ഉം 7, 5 25. അപ്പോൾ 2 സ്ഥാനം നീക്കിയാൽ 25.7 അല്ലേ? അപ്പോൾ 25.7 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. എച്ച് കണ്ടുപിടിക്കാൻ നാം എന്ത് ചെയ്തു? ഈ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? ഇവിടെ സൈനാണ്, ഇതിൻ്റെ എതിർവശമാണ്, ഇത് കർണമാണ്. അപ്പോൾ എതിർവശവും കർണവും സൈനാണ്. അപ്പോൾ sin 40 നമ്മൾ കണ്ടുപിടിച്ചു. sin 40യുടെ വാല്യൂ നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഈ എച്ച് എത്രയാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, പിന്നെ നമുക്കറിയാം ചെയ്യാൻ അല്ലേ? ഇനി അതൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഇതേ വശങ്ങൾ ഇതേ അളവ് തന്നെ, പക്ഷേ അവയ്ക്കിടയിലുള്ള ആംഗിൾ 40 ഡിഗ്രിക്ക് പകരം എത്ര ഡിഗ്രിയാണ്? 140 ഡിഗ്രി ആയി കഴിഞ്ഞാൽ എത്രയായിരിക്കും ഏരിയ? അപ്പോൾ ഇവിടെ ഈ വശത്താണ് 10 സെൻറ്റിമീറ്റർ. ഇനി ഈ ആംഗിൾ 40ക്ക് പകരം എത്രയായിരിക്കും? 140 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് ഏറെക്കുറെ എന്ത് ചെയ്യാം? ഒരു 140 ഡിഗ്രി വെച്ചിട്ട് ഒരു രണ്ടാമത്തെ സൈഡ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഓക്കെ, ഇത് എത്ര ഡിഗ്രി? 140 ഡിഗ്രി അല്ലേ? അപ്പോൾ വശങ്ങളുടെ നീളം ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇത് 10 ആണെങ്കിൽ എത്രയായിരിക്കും? ഇത് 8 സെൻറ്റിമീറ്റർ. വശങ്ങളുടെ നീളങ്ങൾക്ക് ഒരു വ്യത്യാസമില്ല അല്ലേ? ഈ ആംഗിൾ മാത്രം മാറി. അപ്പോൾ ഇതാണ് നമ്മുടെ ത്രികോണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ പേര് കൊടുക്കാം. ABC എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി ഏരിയ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്താണ്? ഹാഫ് ബി എച്ച്, അര ബി എച്ച് അല്ലേ? ഇവിടെ ബേസ് എത്രയാണ്? ബേസ് നമുക്കറിയാം, ബേസ് 10 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് കിട്ടണം? എച്ച് കിട്ടിയാൽ മതി അല്ലേ? എച്ച് നമ്മൾ കണ്ടുപിടിക്കണം. എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു അല്ലേ? എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബേസിലേക്കുള്ള ബേസിൻ്റെ ഓപ്പോസിറ്റ് കോറിൽ നിന്ന് ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ഏതായിരിക്കും? പലരും തെറ്റിച്ചിട്ട് ഇപ്പോഴും 8 സെൻറ്റിമീറ്റർ എഴുതും. 8 അല്ല ഇതിൽ എച്ച്. ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മനസ്സിലായില്ലേ? അതായത് നാം ഇപ്പോൾ നോക്കിയേ, ഈ ബേസിനെ നാം ഇങ്ങോട്ട് നീട്ടിക്കൊടുക്കുക. എങ്ങനെ നീട്ടിക്കൊടുത്തു? അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് എച്ച്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് എച്ച്. അപ്പോൾ ഇത് ബേസ്, ഇത് എച്ച് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബേസ് കിട്ടി, ഇനി എച്ച് മാത്രം കിട്ടിയാൽ മതി. അതിന് നമുക്ക് എന്ത് വേണം? ഈ നീളം നമുക്കറിയാം എത്രയാണ്? 8 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആകുമ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടി? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി അല്ലേ? അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ഇനി നമുക്ക് എന്ത് വേണം? ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടണം അല്ലേ? ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? നമുക്ക് കർണത്തിൻ്റെ നീളം അറിയാം, അതായത് ഹൈപ്പോട്ടിനസിൻ്റെ നീളം അറിയാം, എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഇവിടെ നമുക്കറിയാം ഇത് 140 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇത് 140 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? മൊത്തം എത്രയാണ്? മൊത്തം 180 അല്ലേ? അപ്പോൾ 180 ആണെങ്കിൽ ഇത് എത്ര വരും? ഇത് 40 ഡിഗ്രി. ക്ലിയർ ആയില്ലേ? അപ്പോൾ 40 ഡിഗ്രി ഇത്. ഇനി നോക്കിയേ, ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച്. അതിൻ്റെ ഹൈപ്പോട്ടിനസ് കർണമാണ് 8 അല്ലേ? അപ്പോൾ അത് നമ്മൾ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എച്ച് എന്താണെന്ന് കിട്ടും. സൈൻ അല്ലേ? സൈൻ 40 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്, 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ് വരുന്നത് അല്ലേ? എച്ച് ഹൈറ്റ്, അതായത് AB. ഇവിടെ നമുക്ക് ABCD എന്ന് കൊടുക്കാം. അപ്പോൾ AD, ഓപ്പോസിറ്റ് സൈഡ് AD ബൈ ഹൈപ്പോട്ടിനസ് എത്രയാണ്? AB. ഇനി എന്ത് വേണം നമുക്ക്? sin 40യുടെ വാല്യൂ അല്ലേ? അപ്പോൾ sin 40യുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? എത്രയാണ് sin 40യുടെ വാല്യൂ? 0.6428. ഇതാണ് sin 40. അപ്പോൾ sin 40 0.6428 ഈസ് ഈക്വൽ ടു AD അല്ലേ? AD എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എച്ച്, നമുക്ക് ആവശ്യമുള്ള എച്ച് ബൈ AB എന്ന് വെച്ചാൽ ഹൈപ്പോട്ടിനസ് എത്രയാണ്? 8. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ ചെയ്ത പോലത്തെ ഇതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കാം. എച്ച് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.6428. ഇവ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? നാം നേരത്തെ ഗുണിച്ചിട്ടുണ്ട് അല്ലേ?
5.1424 അല്ലേ, 1424. ഇതാണ് നമുക്ക് നേരത്തെ കിട്ടിയ ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് എച്ച് കിട്ടി. ഇനി എന്ത് വേണം? ഏരിയ. ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ബി എച്ച്, അര ഇൻറ്റു ബേസ് 10 ഇൻറ്റു ഹൈറ്റ് 5.1424. അപ്പോൾ നമുക്ക് 2 കൊണ്ട് 10 എത്ര? 5 പ്രാവശ്യം അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 5.14 അല്ലേ. അപ്പോൾ ഇത് തൽക്കാലം ഒഴിവാക്കിയാലൊന്നും ഒരു കുഴപ്പമില്ല, തൽക്കാലം ഒഴിവാക്കാം. അപ്പോൾ എത്ര കിട്ടും? 5 ഇൻറ്റു 4 20, ബാക്കി 2, 5ഉം 2ഉം 7, 5 ഇൻറ്റു 5 25. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 25.7 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് രണ്ടും ഒരേ ഏരിയ കിട്ടി അല്ലേ. എന്താണ് കാരണം? ബേസിനും ഹൈറ്റിനും വ്യത്യാസം വരുന്നില്ല അല്ലേ, അതുകൊണ്ട് നമുക്ക് ഒരേ ഏരിയ കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ദി ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ റോംബസ് ഈസ് 5 centimeters ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 100 degree. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അതായത് ഒരു റോംബസ് എന്ന് പറയുന്നത് എന്താണ്? സമഭുജ സമാന്തരികം അല്ലേ. അപ്പോൾ അതിൻ്റെ വശങ്ങളുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 5 centimeter അല്ലേ. അപ്പോൾ റോംബസ് ആയതുകൊണ്ട് എല്ലാ വശങ്ങളും 5 centimeter തന്നെ ആയിരിക്കും. ഇനി എന്താണ് തന്നിട്ടുള്ളത്? അതിൻ്റെ ഒരു കോണിൻ്റെ അളവ് 100 degree അല്ലേ. ഒരു കോണിൻ്റെ അളവ് 100 degree. ഇവിടെ നോക്കിയേ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ ആ സൈഡുമായി ബന്ധപ്പെട്ട് എത്ര കോണുകളുണ്ട്? 1, 2 ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നമുക്കറിയാം ഒരു ആംഗിൾ ചെറുതായിരിക്കും, ഒരു ആംഗിൾ വലുതായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 100 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത് അല്ലേ. അതായത് 90 ഡിഗ്രിയേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ ഏത് കൊടുക്കണം? അപ്പോൾ ഇവിടെ നമുക്ക് 100 ഡിഗ്രി കൊടുക്കാം അല്ലേ. ഇനി 90 ഡിഗ്രിയേക്കാൾ താഴെയുള്ള ഇപ്പോൾ 60, 70 ഡിഗ്രി ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറിയ ആംഗിളിന് 6 ഡിഗ്രി കൊടുക്കാം. മനസ്സിലായില്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു റോംബസിൻ്റെ ഏരിയ എങ്ങനെ നാം കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഇക്വേഷൻ അറിയാം അല്ലേ. എന്താണ്? ബി, അതായത് ബേസ്, അതായത് നമുക്കിവിടെ ഒരു സൈഡ്, ആ സൈഡും അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അല്ലേ, നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണം, അതാണ് എച്ച്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ബി എച്ച് ആണ്. അതിൽ ബേസ് നമുക്കറിയാം, ഒരു സൈഡ് നമുക്കറിയാം 5 centimeter. എച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് നീളം നമുക്ക് കിട്ടണം അല്ലേ. ഇത് ഈ വശത്ത് നമ്മൊന്നും ഇങ്ങോട്ട് നീട്ടിക്കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചു. പെർപെൻഡിക്കുലർ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എച്ച്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഒരു മട്ടത്രികോണാണ് നമുക്കറിയാം. ഇത് 90 ഡിഗ്രി ആണ് അല്ലേ. 90 ഡിഗ്രിയുടെ ഈ വശം നമുക്കറിയാം എത്രയായിരിക്കും? ഇത് 5 ആണെങ്കിൽ എല്ലാ വശവും 5 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 5. ഒരു വശം നമുക്കറിയാം. ഇനി നമുക്ക് ഈ എച്ച് കിട്ടണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. പറ്റും. അപ്പോൾ എന്ത് വേണം നമുക്ക്? ഇവിടെ ഏത് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ 100 ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? മൊത്തം 180, 180. ഈ ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത് ഹൈപ്പോട്ടിനസ് അല്ലേ. അത് നമുക്ക് വേണമെങ്കിൽ പണിയാം. ഇതിന് നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സൈൻ 80 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 80 ഡിഗ്രിയുടെ സൈൻ, 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, എതിർവശം ബൈ കർണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സൈൻ 80 എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് AC അല്ലെങ്കിൽ H എന്ന് കൊടുക്കാം നമുക്ക്. AC ബൈ ഹൈപ്പോട്ടിനസ്, കർണത്തിന് ഏതാണ്? AB. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സൈൻ 80യുടെ വാല്യൂ നാം എന്ത് ചെയ്യണം? ടേബിൾ നോക്കി കണ്ടുപിടിക്കാം. അപ്പോൾ സൈൻ 80യുടെ വാല്യൂ 0.9848 നമുക്ക് ടേബിളിൽ നിന്ന് കാണാൻ പറ്റും അല്ലേ. സീക്വൽ ടു AC എന്ന് പറഞ്ഞാൽ എന്താണ്? AC ആണ് ഇവിടെ H. അപ്പോൾ H ബൈ AB എന്ന് പറഞ്ഞാലോ 5. ഓക്കെ ആയല്ലോ. ഇനി നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. H ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.9848. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇല്ലേ, ഇത്ര 4 സ്ഥാനം മുഴുവൻ കുടിക്കുന്നില്ല. തൽക്കാലം ഇത് 5നേക്കാൾ കുറവായതുകൊണ്ട് തൽക്കാലം ഇതിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ഗുണിച്ചിട്ടാൽ മതി. ചെറിയൊരു വ്യത്യാസം വരും, അതൊരു കുഴപ്പമില്ല. 5 ഇൻറ്റു 0.98 നമ്മൾ ഗുണിക്കുമ്പോൾ എത്ര വരും നോക്കിയാൽ? 5 ഇൻറ്റു 8 0, ബാക്കി 4, 9 ഇൻറ്റു 5 45, 4 49. അപ്പോൾ 2 സ്ഥാനം നമുക്ക് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 4.9 എന്ന് വരും അല്ല. 0 നമ്മൾ ഒഴിവാക്കിയപ്പോൾ നമുക്ക് 4.9 എന്ന് വരും. അപ്പോൾ 4.9 സെൻറ്റിമീറ്റർ ആണ് എന്ത്? H.
ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ സീക്വൽ ടു ബി ഇൻറ്റു എച്ച് അല്ലേ? ബി എത്രയാണ്? 5. 5 ഇൻറ്റു എച്ച് 4.9 സീക്വൽ ടു എത്ര വരും? 9 ഇൻറ്റു 5 45, ബാക്കി 4, 5 ഇൻറ്റു 4 24, 24. അപ്പോൾ 24.5 അല്ലേ? 24.5 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി ഇത് മുഴുവനിട്ട് ഗുണിച്ചൊരുക്ക് എന്ത് കിട്ടും? ചെറിയൊരു വ്യത്യാസം വരും. ഒരു പക്ഷേ 24.6 മറ്റോ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. നിങ്ങൾ സമയക്കുറവാണെങ്കിൽ ഇത്ര മാത്രം ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.